ഇതിൻ്റെ ഫൈനൽ മത്സരാർത്ഥികളെയാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒന്നാം സമ്മാനം ലാപ്ടോപ്പാണ്. ഹൗല ബിൻത് സഅലബയുടെ ഭർത്താവിന്റെ പേരെന്താണ്? മാഷാ അല്ലാഹ്, മാഷാ. 1375. 1.821 സെക്കൻഡ് കൊണ്ടും രണ്ടാമത്തെ ചോദ്യം 2.73 സെക്കൻഡ് കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നന്മയുടെ ദൂതൻ എന്ന പേരിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ഡെയിലി ക്വിസിന്റെ അവസാന റൗണ്ടിന്റെ ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ഫലപ്രഖ്യാപന വേദിയിൽ നമ്മളോടൊപ്പം വിസ്ഡം യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സ്വലാഹി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. നന്മയുടെ ദൂതന്റെ കാത്തിരുന്ന ഫലപ്രഖ്യാപനം ഇപ്പോൾ നടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നന്മയുടെ ദൂതൻ എന്ന നമ്മുടെ ഒരു വലിയ മത്സരം, കുറേ ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു മത്സരം, 3 റൗണ്ടുകളിലായി നടന്ന മത്സരം. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇത്തരം ഒരു മത്സരം തുടങ്ങാനുണ്ടായ ഒരു കാരണം? എന്താണോ നമ്മൾ തുടങ്ങാനുണ്ടായ കാരണം, ആ കാരണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മത്സരം മുന്നോട്ട് പോയപ്പോഴൊക്കെ ആ കാരണം ഒരു പ്രസക്തമായി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വളരെ മോശമായൊരു പരാമർശം ഭരണാധികാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ആ വിഷയത്തെ വ്യത്യസ്ത ആംഗിളിൽ ആളുകൾ അഭിമുഖീകരിച്ചു. ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ പുറത്തുള്ളവരാണ് അതിൽ ഏറ്റവും രൂക്ഷമായ പ്രതികരണങ്ങളുമായിട്ട് കടന്നു വന്നത്. അതിൻ്റെ പേരിലുള്ള സമരങ്ങൾ നടന്നു, പ്രതിഷേധ സംഗമങ്ങൾ നടന്നു. നമ്മൾ കുറച്ചും കൂടി വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ പ്രവാചകനെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഐഡിയയാണ് സ്വീകരിച്ചത്. അപ്പം അതിൻ്റെ പേരിൽ സെമിനാറുകൾ നടന്നു, നമ്മുടെ പൊതുയോഗങ്ങൾ നടന്നു. ആ കൂട്ടത്തിൽ കുറച്ച് സമയമെടുത്ത് പ്രവാചക ജീവിതം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു നമ്മളതിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രവാചകനെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ തൊട്ട് പതിയെ പതിയെ ഇങ്ങനെ പോകുന്നു. ഓരോ ദിവസവും തുടർച്ചയായി ഞാൻ ഓർക്കുന്നത് 30 ദിവസമാണ് ഒന്നാം റൗണ്ട് നമ്മൾ നടത്തിയത്. ഒന്നാം റൗണ്ട് 30 ദിവസത്തിന്റെ മുമ്പ് ആളുകൾക്ക് ഈ ഒരു മത്സരം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് മനസ്സിലാകാൻ ഒരു ട്രയൽ നടത്തി. അതിലുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചു. ടെക്നിക്കലി അറിയാത്ത ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. പീസ് റേഡിയോ വഴി ഉത്തരം അയക്കുന്നത്. ഒന്നാം റൗണ്ടിന്റെ 30 ദിവസത്തെ മത്സരങ്ങൾക്ക് ശേഷം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് സമയമെടുത്ത് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. റിസൾട്ട് പബ്ലിഷ് ചെയ്തു. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം എന്താണെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ വളരെ IT സാക്ഷരത ഒട്ടും ഇല്ലാത്ത ആയിരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, വെറും കുടുംബിനികളും വെറും സാധാരണക്കാരും ഒക്കെ ആയ ആളുകൾ. അതേസമയത്ത് IT പ്രൊഫഷണലുകൾ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും അവരുടെ നമ്മൾ കൊടുത്ത സംവിധാനങ്ങൾ അവർക്ക് ആക്സസ് അല്ലാത്ത വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം കേവലം ഒരു അവസാനം 3 ആളെ കണ്ടെത്തുക എന്നുള്ളതല്ല നമ്മുടെ അടുത്തൊരു സ്ട്രാറ്റജി. ഓരോരുത്തരെയും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കി കൊടുത്ത് പരമാവധി അവരെ മത്സരത്തിൽ കൂടെ നിർത്താൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതെ, ഓരോ ദിവസവും വിജയികളെ കണ്ടെത്തി അവർക്ക് 3 വിജയികളെ കണ്ടെത്തി അവർക്ക് സമ്മാനങ്ങൾ, ഡെയിലി സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയികളാകേണ്ടിയിരുന്ന ആളുകൾ, ഞാൻ ശരി ഉത്തരമാണല്ലോ അയച്ചത് എന്നിട്ട് എൻ്റെ ഉത്തരം ശരിയായില്ലല്ലോ, ഇതിന്റെ അവസാനത്തിൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. PDF ആയിട്ട് ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴും അത് സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കി വായിക്കാനും പഠിക്കാനൊക്കെ ഉള്ള. അപ്പൊ ആൻസർ കീ നോക്കി തങ്ങൾ അയച്ച ഉത്തരങ്ങൾ വെച്ചിട്ട് ആളുകൾ വിലയിരുത്തുകയാണ്. വിലയിരുത്തിയിട്ട് അവർ പറയാണ്, ഞാൻ ഇന്ന ദിവസം ഇന്ന ഉത്തരമാണ് അയച്ചത്, പക്ഷേ അതിന് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, സൈറ്റിൽ നോക്കിയിട്ട് മാർക്ക് കാണുന്നില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ആളുകൾ പറഞ്ഞു. ആ പ്രശ്നം പറയുമ്പോൾ അവര് അയച്ച ഫോർമാറ്റ് തെറ്റായിരുന്നു. അപ്പൊ പ്രായമായ ആളുകളാണ്. ഇപ്പൊ ഇന്നും 19 വയസ്സായ വല്യുമ്മ അവര് അയച്ച വോയിസുകളുണ്ട്. അതെ, ഞാനിപ്പോൾ പലപ്പോഴും നമ്മുടെ ടീമിൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ പറയാറുള്ളത്, നമ്മുടെ ഒരു മൊത്തം എല്ലാവരുടെയും ഒരു പോളിസി അതാണ്. നമ്മളൊരു സർക്കാർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടി അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ടെക്നിക്കൽ ആൻസറുകൾ കൊടുത്തിട്ട് നമ്മുടെ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യല്ല വേണ്ടത്. ഇതൊരു സമ്മാനം പ്രഖ്യാപിച്ച് നടത്തുന്ന ഒരു മത്സരം ആയതുകൊണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥയിൽ ആളുകൾ ഇതിൻ്റെ കൂടെ വരും. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരും, കമ്മ്യൂണിറ്റിൻ്റെ പുറത്തുനിന്ന് വരും, അബ്ദു പറഞ്ഞ പോലെ വളരെ പ്രായം ചെന്നവർ വരും, ചെറിയ കുട്ടികൾ വരും. അപ്പോൾ അവരൊക്കെ ഓരോ ദിവസവും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടെക്നിക്കൽ മറുപടികൾ കൊടുത്ത് നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആവരുത് എന്ന രീതിയല്ല നമ്മൾ സ്വീകരിച്ചത്. ഈവൻ നമ്മൾ യാത്ര തുടങ്ങി നമ്മുടെ കൂടെ ആയിരങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോയപ്പോൾ
ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ചർച്ച അതിന് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവരെ നമുക്ക് ഫൈനലിലേക്ക് എത്താതെ നമുക്ക് അവരെ എങ്ങനെ കൂടെ നിർത്താൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതെ, ശരിയല്ലേ? അതെ അതെ. ബോണസ് മാർക്കുകൾ ഉണ്ടായിരുന്നു അവർക്ക്. ബോണസ് മാർക്കുകൾ കിട്ടിയ ആളുകൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കയറി. ഒന്നാം റൗണ്ടിൽ നമ്മൾ സ്വീകരിച്ച മറ്റൊരു പ്രത്യേകത 3 സെഗ്മെന്റുകളാക്കി നമ്മൾ തിരിച്ചിരുന്നു. ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഒരു സെഗ്മെന്റ്, രണ്ടാമത്തെ 10 ചോദ്യങ്ങൾ അടുത്ത സെഗ്മെന്റ്, അങ്ങനെ മൂന്നാമത്തെ സെഗ്മെന്റിൽ നമ്മൾ ചില പ്രത്യേക ബോണസ് പോയിന്റുകൾ മാർക്കായി നിശ്ചയിച്ചു. ഒരു ചോദ്യത്തിന് തന്നെ 3 മാർക്ക് കിട്ടുന്ന ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത് സത്യത്തിൽ ഈ ഒരു ഡേ ഒക്കെ മിസ്സായ ആളുകൾ നിരാശരായി നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചപ്പോഴാണ് അത്തരമൊരു ഐഡിയ നമ്മൾ ആവിഷ്കരിച്ചത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതിഷേധം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് സ്പെഷ്യൽ പോയിന്റ് കൊടുത്ത് കണ്ടിന്യൂറ്റിക്കുള്ള സ്പെഷ്യൽ പോയിന്റ് കൊടുത്ത് കൊണ്ടുവന്നത്. എന്തായാലും വലിയൊരു യാത്ര, ദീർഘമായ ദിവസങ്ങൾ. അവിടുന്ന് നമ്മളിപ്പോൾ ഒരു ഫൈനലിസ്റ്റുകളെ കണ്ടെത്തുകയാണ് ചെയ്തത്. ഫൈനൽ റൗണ്ടിന് വേറൊരു പ്രത്യേകത തീരുമാനിച്ചിരുന്നത് ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്കത് പറയാം. ഒന്നാം റൗണ്ടിലെ ചോദ്യങ്ങൾ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവർക്ക് തെരഞ്ഞു കണ്ടെത്താം. രണ്ടാം റൗണ്ടിൽ കുറച്ചുകൂടി കഠിനമായ 7 ചോദ്യങ്ങളായിരുന്നു. കൂടുതൽ പഠിച്ചാലും ആഴത്തിൽ സെർച്ച് ചെയ്താലും മാത്രമേ. അവിടെ നമ്മൾ ക്വിസ് മാസ്റ്റർ വേറൊരു തരത്തിൽ അവതരിപ്പിച്ചു അല്ലെ. ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി തന്നെ അബ്ദുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ആളുകൾ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ, ആളുകൾ കണ്ണു നിറയുന്ന, ആളുകൾ ഞെട്ടുന്ന, പ്രവാചകൻ എന്ന വ്യക്തിത്വത്തിന്റെ നേരെ ലോകത്തുയർന്ന ആക്ഷേപങ്ങളെ ഒന്നടങ്കം കുഴിച്ചു മൂടുന്ന ആകെ 7 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ 70,000 എന്താ പറയുക വിമർശനങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു. അത് ഉസ്താദ് അതിൽ എല്ലാ സമയ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്തുകൊണ്ട് ആവേശത്തോടെ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. അതിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിലുള്ള ഒരു സംഗതി, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരുത്തിയ പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുറാനിൽ, ഇപ്പോൾ അബസ വതവല്ല അൻജാഹുൽ അഅമ, ഇസ്ലാമിക മതപ്രഭാഷകർ പോലും പ്രസംഗിക്കുമ്പോൾ അതിനെ പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തെറ്റ് സംഭവിച്ചു, ഒരു അബദ്ധം പറ്റി എന്ന നിലക്കാണ് അതിനെ അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ചരിത്ര പറച്ചിലൂടെ ജബ്ബാർ മദീനിയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് അനുസരിച്ച് ചെയ്തത് ശരിയാണ്. പക്ഷേ നബി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ കൂടുതൽ ശരിയിലേക്ക് കൊണ്ടെത്തിച്ചു. ബദറിൽ ഉഹദിൽ വലിയ അക്രമങ്ങൾ ചെയ്ത 3 ആളുകൾക്കെതിരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അത് സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇജ്തിഹാദ് അനുസരിച്ച് ചെയ്തത് ശരിയാണ്. പക്ഷെ കൂടുതൽ ശരിയിലേക്ക് അള്ളാഹു കൊണ്ടുപോയി എന്നുള്ള നിലക്കുള്ള ചരിത്രം. അതുപോലെ തന്നെ ഉമ്മു അയ്മന്റെ ചരിത്രം അത് പറയും. ഉമ്മു അയ്മനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം നോക്കിയ, അവരെ പിന്നെ എത്രമാത്രം പ്രാധാന്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചരിച്ചത്, സ്ത്രീകൾക്കുള്ള സ്ഥാനം പഠിപ്പിച്ചത്, നീതിയോടുകൂടിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ, അങ്ങനെ തുടങ്ങി കുറെ ചരിത്രങ്ങളിലേക്ക്. സത്യത്തില് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പം നമ്മളൊക്കെ വളരെ ഔപചാരികമായ മതവിദ്യാഭ്യാസം തന്നെ 7-8 വർഷം നേടി. അതുമാണെങ്കിലും ഞാനാണെങ്കിലൊക്കെ നമ്മളൊക്കെ PG വരെയൊക്കെ പഠിച്ചു. പക്ഷെ നമ്മുടെ പോലും കണ്ണിലൊന്നും വരാത്ത, നമ്മുടെ പോലും ഞാൻ പറഞ്ഞത് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വായിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിലുള്ള വിമർശനങ്ങളെക്കാളും മനോഹരമായ പ്രോജ്വലമായ എത്രയോ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒളിഞ്ഞു കിടക്കുകയാണ്. അത് പുറത്തു വരുന്നിടത്ത് വലിയ റോൾ എടുക്കാൻ യഥാർത്ഥത്തിൽ നന്മയുടെ ദൂതൻ എന്നുള്ള നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരികയാണ്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് തിരിച്ചു വരാം. എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം, യുവതലമുറ ഫുൾ പഞ്ചിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലൊന്നാണിത്. എന്നാൽ ഈ ശരീരവും ജീവിതവും ലഭിച്ചത് എവിടെ നിന്നാണ്? എൻ്റെ അഭിപ്രായം, എൻ്റെ സ്വാതന്ത്ര്യമെന്നൊക്കെ മുറവിളി കൂട്ടുന്നവർ സ്വന്തം ജന്മത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിനോ സമ്മതത്തിനോ അല്ല നാം ജനിച്ചത്. തിരിച്ചു വിളിക്കപ്പെടുന്നതും അങ്ങനെ തന്നെ. എങ്കിൽ എൻ്റെ ഇഷ്ടം എന്നല്ല ഒരു വിശ്വാസി ചിന്തിക്കുക, മറിച്ച് എൻ്റെ റബ്ബിൻ്റെ മാർഗനിർദ്ദേശം എന്നതാകും അവൻ്റെ ബോധ്യം. കേവല ആസ്വാദനത്തിൻ്റെ വൈബുകൾ തേടുന്ന മായാകഥകളോട് വിട പറയാം. വിജയവഴിയിൽ കർമ്മനൈരന്തര്യം കൊണ്ട് ഓർമ്മഗോപുരങ്ങൾ പണിയാം. യുവത്വം നിർവചിക്കപ്പെടുന്നു. കേരള യൂത്ത് കോൺഫറൻസ് ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറം.
ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് എത്തുന്നു. വളരെ ചെറിയ സമയം കൊണ്ട് അവസാനിക്കുന്ന പ്രോഗ്രാമാണ് നന്മയുടെ ദൂതൻ എന്ന നമ്മുടെ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ. ആയിരങ്ങൾ നമ്മളോടൊപ്പം ചേർന്നു. ഇപ്പോഴിതാ കുറഞ്ഞ സമയം കൊണ്ട് അതിലെ ഏറ്റവും അവസാനത്തെ 3 വിജയികൾ ആരാണ്? നമ്മൾ പ്രഖ്യാപിച്ച ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ടാബ് ഉൾപ്പെടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് തീരുമാനമാകാൻ പോവാണ്. അതിനു മുൻപ് നമുക്ക് നമ്മുടെ ആദരണീയനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയെ കൂടി ഒന്ന് ഈ ഒരു നിമിഷങ്ങളിൽ കേൾക്കാമെന്ന് തോന്നുന്നു. നേരെ അദ്ദേഹത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ നമുക്ക് ഒരു അമൂല്യ സമ്പത്താണ്. നന്മകൾ ഏതുണ്ടോ അതിനെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും തിന്മകൾ എവിടെയുണ്ടോ അതിനെ വിഭാടനം ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും അമൂല്യമായ ജനസേവന പ്രവർത്തനങ്ങളാണ് ഈ പീസ് റേഡിയോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവലോകത്തിൻ്റെ ദൂതനാണ്. തൻ്റെ ജീവിതം കൊണ്ട് ഈ മനുഷ്യ സമൂഹത്തെ തിന്മകളിൽ നിന്ന് മോചിപ്പിച്ച് ബഹുദൈവ ആരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തി യഥാർത്ഥ ഏകദൈവ ആരാധകന്മാരാക്കി മാറ്റുകയും അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകളിലുമെല്ലാം ഒരു സൽസ്വഭാവവും സംസ്കാരവും മനുഷ്യത്വവും കൊണ്ടുവന്ന ആ മഹാനായ പ്രവാചകനെക്കുറിച്ച് ചില വിവേകരഹിതരായ ആളുകൾ ചില ആക്ഷേപങ്ങൾ ചൊരിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി നന്മയുടെ ദൂതൻ എന്ന ഒരു പ്രോഗ്രാം വളരെ സവിസ്തരമായി തന്നെ പീസ് റേഡിയോ അതിന് നേതൃത്വം കൊടുത്തു. ഇനിയും അങ്ങോട്ടും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ പീസ് റേഡിയോ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരോടും അതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടും വിശേഷബുദ്ധിയുള്ള എല്ലാ സത്യാന്വേഷികളോടും ആണ് പീസ് റേഡിയോ സംസാരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗം സംഘടിപ്പിക്കുന്ന മഹത്തായ യുവജന കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ നടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ടാലൻറ്റ് ലീഗ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരു പ്രത്യേക ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാകും. 9061 266 266 എന്ന ഫോൺ നമ്പർ. അത് സേവ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങളുടെ പഞ്ചായത്തും നിങ്ങളുടെ പോസ്റ്റൽ കോഡുമെല്ലാം അതിൽ നിങ്ങളൊരു മെസ്സേജായിട്ട് അയച്ചാൽ നിങ്ങൾക്കതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അപ്പോൾ തന്നെ വാട്സപ്പ് വഴിക്ക് ലഭിക്കും. നിങ്ങൾക്കും ആ മഹത്തായ സംരംഭത്തിൽ പങ്കെടുക്കാം. ഉന്നതമായ സമ്മാനങ്ങൾ നേടുവാൻ സാധിക്കും. അത്തരം ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഭാഗവാക്കാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, അതിനഭ്യർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പീസ് റേഡിയോക്കും അതുപോലെ വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷനും അവരുടെ എല്ലാ സേവനങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായവും തൗഫീക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹാശിസുകളും അവരുടെ മേൽ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ നന്ദി PN അബ്ദുൽ ലത്തീഫ് മദനിക്ക്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അർത്ഥവത്തായ ഉപദേശങ്ങൾ നൽകിയതിന് നമ്മുടെ എല്ലാവരുടെയും നന്ദി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. നമ്മളോട് അടുത്തതായി ഏതാനും വാക്കുകളിൽ ആശംസ അറിയിക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ അർഷദ് താനൂരാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് അടുത്ത തലമുറയിലേക്ക് നമ്മുടെ മുൻഗാമികളായ സ്വഹാബികൾ കൈമാറി. അവസാനത്തെ സ്വഹാബി മരണപ്പെടുന്നതിന് മുമ്പ് പ്രവാചക ജീവിതം, ആ ജീവിത സന്ദേശം കൈമാറിയിട്ടാണ് അവർ അവസാനത്തെ സ്വഹാബിയും ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. കാരുണ്യമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. ആ കാരുണ്യത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യത്യസ്തങ്ങളായ പഠന പദ്ധതികൾ വിസ്ഡം യൂത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കാരുണ്യത്തിന്റെ ദൂതൻ എന്ന പേരിൽ പ്രവാചക ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ക്വിസ് മത്സരം അത് വളരെ മനോഹരമായി അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അതിൽ വാശിയോടുകൂടെ പങ്കെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അധ്യായങ്ങൾ, പാഠങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു.
അതിൽ വിജയികളായ മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ആശംസ അറിയിക്കുകയാണ്. തുടർന്നും ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, കാരുണ്യത്തിന്റെ തിരുദൂതന്റെ ജീവചരിത്രം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ മുൻഗാമികളായ സലഫുകൾ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന അതേ ഗൗരവത്തോടുകൂടെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പഠിക്കുക, മക്കളെ പഠിപ്പിക്കുക. ഇനിയും വിസ്ഡം യൂത്തിന്റെ അതുപോലെ തന്നെ വിസ്ഡം കൂട്ടായ്മയുടെ വ്യത്യസ്തങ്ങളായ പഠന പദ്ധതികളോടൊപ്പം ചേർന്നു നിൽക്കുക. വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വളരെ ബഹുമാനരായ പല വ്യക്തികളും നമ്മളോടൊപ്പം ഈ ഒരു സെഷനിൽ ചേരുകയാണ്. ഒരുപക്ഷെ ഇതിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു വലുപ്പം അറിയുള്ളൂ. കാരണം അത്രയും വൈജ്ഞാനികമായ ഒരു കൈമാറ്റം ഇവിടെ നടന്നു. നമ്മുടെ കുറേ സംവിധാനങ്ങൾ പരിചയപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾ നേർപ്പദം പരിചയപ്പെട്ടു, ജമീൽ പരിചയപ്പെട്ടു, പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനത്തെ ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാലൻറ്റ് ലീഗ് എന്നുള്ള ഇതിൻ്റെ ഒരു ഹയർ പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മുടെ എല്ലാ പ്രധാന ആളുകളും വിജയികളെ പ്രഖ്യാപിക്കുന്നിടത്തുണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ അടുത്തത് ലജ്നത്തുൽ ബുഹൂസുൽ ഇസ്ലാമിയ എന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭയുടെ സെക്രട്ടറി ആദരണീയനായ ഷമീർ മദീനിലേക്കാണ് പോകുന്നത്. ഷമീർ മദീനി, പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നന്മയുടെ വഴി കാണിക്കാനായി ലോകരക്ഷിതാവായ അള്ളാഹു വ്യത്യസ്ത കാലങ്ങളിൽ അവൻ്റെ ദൂതന്മാരെ, പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ്, അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട വ്യക്തി ഒരുപക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. അതേപോലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, സ്നേഹം കൊണ്ട് അനുയായികൾ കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്കപ്പുറം ആ പ്രവാചകനെ നേരിട്ടറിയാൻ വിസ്ഡം യൂത്ത് ഒരു അവസരം സൃഷ്ടിക്കുകയാണ് നന്മയുടെ ദൂതൻ എന്ന ഈ ക്യാമ്പയിനിലൂടെ, ഈ ക്വിസ് പ്രോഗ്രാമിലൂടെ. പ്രവാചകനുമായി ബന്ധപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ, അടുത്തറിയാൻ, മനസ്സിലാക്കാൻ പറ്റിയ ഈ അവസരം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ, അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള വിജയികളെ പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ സന്ദർഭത്തിൽ ഇതിൻ്റെ സംഘാടകർക്കും ഇതിൽ ഭാഗവാക്കായ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അള്ളാഹു ഈ നന്മകളെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇസ്ലാമിനെ, പരിശുദ്ധ ഖുർആനിനെ വിമർശകരുടെ നാവിൽ നിന്ന് കേൾക്കുന്നതിനപ്പുറത്ത് നേരിട്ട് അറിയാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഉത്ബുദ്ധരായ മലയാളികൾ അതിന് മാതൃകയാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നന്ദി ഷമീർ മദീനി, നിങ്ങളുടെ വിലയേറിയ വാക്കുകൾക്ക്. നമ്മളോടൊപ്പം നന്മയുടെ ദൂതൻ്റെ 2ാം റൗണ്ടിലെ നമ്മുടെ ക്വിസ് മാസ്റ്റർ കൂടിയായിരുന്ന ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ചേരുകയാണ്. അദ്ദേഹം ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെൻ്ററിൻ്റെ മലയാളം വിഭാഗം മേധാവി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്ന് ഇറാഖിൻ്റെ തലസ്ഥാനമായ ബഗ്ദാദിൽ ഒരു മയ്യിത്തുമായി ബഗ്ദാദിലെ ആബാലവൃതം ജനങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെട്ടു. ആ മയ്യത്ത് ഖബറിലെത്തുമ്പോൾ ഇശ പിന്നിട്ടിരുന്നു. അത്രമേൽ ആൾക്കൂട്ടം ആ മയ്യത്തിനെ ഏറ്റെടുക്കുകയും ആ മയ്യത്തിനോടൊത്ത് അന്ത്യയാത്രയിൽ അനുഗമിക്കുകയും ചെയ്തു.
അലി ഇബ്നുൽ മദീനിയെ പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ അന്ന് പ്രഖ്യാപിച്ചത് ഹാദ വല്ലാ ഷറഫുദ് ദുനിയ ഖബ്ല ഷറഫിൽ ആഖിറ, ആഖിറത്തിലെ മഹത്വം വരുന്നതിന് മുമ്പ് ദുനിയാവിൽ ലഭിച്ച മഹത്വമാണിത്, അള്ളാഹുവാണേ സത്യം എന്നാണ്. ഈ മയ്യത്തിന്റെ വിഷയത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, മാത റഹിമഹുല്ല, അദ്ദേഹം മരണപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കുമാറാവട്ടെ. വമാ ലഹു നദീറുൻ ഫീ ഹാദിഹിൽ ഉമ്മ ഇല്ല ആമിർ ബിൻ അബ്ദി ഖൈസ്, ഈ ഉമ്മത്തിൽ അദ്ദേഹത്തിന് തുല്യമായി ആമിർ ഇബ്നു അബ്ദി ഖൈസ് മാത്രമാണുള്ളത് എന്നാണ്. താബിഈ പണ്ഡിതരിൽ അതിശ്രേഷ്ഠരായി അറിയപ്പെട്ട ആമിർ ഇബ്നു അബ്ദി ഖൈസിനെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ മയ്യത്തിനോട് താരതമ്യപ്പെടുത്താൻ കാണുകയുണ്ടായത്. ആരാണ് ഈ മഹാഭാഗ്യവാൻ? എന്താണ് അദ്ദേഹത്തിൻ്റെ വിഷയം, ചരിത്രം? ഇത് ഏവരും സശ്രദ്ധം സഗൗരവം കേൾക്കേണ്ട ഒരു ഇസ്ലാമിക അധ്യാപനമാണ്. ബിഷിർ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുർ റഹ്മാൻ അൽ മർവസി എന്ന മഹാ വ്യക്തിത്വമാണ് ഈ മയ്യത്ത്. ഈ മരണപ്പെട്ട മഹാൻ ബിഷറുൽ ഹാഫി എന്ന് ഇസ്ലാമിക ലോകം അദ്ദേഹത്തെ ഓമനിച്ച് വിളിച്ചു. തുടക്ക നാളുകളും യൗവനത്തിൻ്റെ പളപളപ്പും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി ധാർമ്മികമായി ശോഭനീയമായിരുന്നില്ല. വിനോദങ്ങളും കളികളുമായി അടിപൊളിയായിരുന്നു ആദ്യകാലത്ത് ബിഷറുൽ ഹാഫി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂട്ടുകാർ കലഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കളി തമാശകളിൽ, വിനോദങ്ങളിൽ, വാദ്യോപകരണങ്ങളിൽ എല്ലാവരും തികഞ്ഞ ലഹരിയിൽ അവിടം ബഹളമയമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ പടിവാതിലിലൂടെ ഒരു പണ്ഡിതൻ കടന്നു പോകുന്നത്. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, സാഹിബു ഹാദിഹി ദാർ ഹുർറുൻ അം അബ്ദുൻ, ഈ വീടിന്റെ ഉടമസ്ഥൻ സ്വതന്ത്രനാണോ അതല്ല അടിമയാണോ? ആ ചോദ്യം കേട്ട് ഒരു സ്ത്രീ വീട്ടിൽ നിന്നിറങ്ങി മഹാനോട് പറഞ്ഞു, ബൽ ഹുർറുൻ, വീട്ടുടമസ്ഥൻ സ്വതന്ത്രനാണ്. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, സദഖ്തി ലൗ കാന അബ്ദൻ ലസ്തഅമല അദബൽ ഉബൂദിയ്യ വതറക അൽ-ലഹ്വ വത്-തർബ്, നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ്. വീട്ടുടമസ്ഥൻ ഒരടിമയായിരുന്നുവെങ്കിൽ അടിമത്തത്തിൻ്റെ മര്യാദ പാലിക്കുമായിരുന്നു, കളിയും കൂത്താട്ടവും കൈയൊഴിക്കുമായിരുന്നു. പണ്ഡിതന്റെ ഈ പ്രതികരണം വീട്ടുടമസ്ഥൻ ബിഷിർ കേൾക്കുകയാണ്. ബിഷിർ ആ പെണ്ണിനോട് ചോദിച്ചു, വൈ ഹക്കി മൻ കല്ലമക്കി അലൽ ബാബ്, കഷ്ടം, വാതിലിൽ വെച്ച് നിങ്ങളോട് സംസാരിച്ച വ്യക്തി ആരാണ്? സംഭവിച്ചതെല്ലാം അവർ ബിഷിറിനോട് പറയുകയുണ്ടായി. പണ്ഡിതൻ പോയ വഴി അവർ കാണിക്കുകയും ചെയ്തു. ബിഷറുൽ ഹാഫി പണ്ഡിതന്റെ പിന്നാലെ കൂടി, യാ സയ്യിദി അൻതല്ലദീ വഖഫ്ത ബിൽ ബാബ് വഖാതബ്തൽ ജാരിയ, സയ്യിദേ, നിങ്ങളാണോ വീട്ടുപടിക്കലിലൂടെ വഴി നടന്നത്?
ആ പെണ്ണിനോട് സംസാരിച്ചത്? പണ്ഡിതൻ അതെ എന്ന് പ്രതികരിച്ചപ്പോൾ ഒന്നുകൂടി ആ സംസാരം എന്നോട് ആവർത്തിക്കൂ എന്ന് ബിഷർ പറഞ്ഞു. ഈ വീട്ടുടമസ്ഥൻ സ്വതന്ത്രനാണോ അതല്ല അടിമയാണോ എന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞത് സ്വതന്ത്രനാണ് എന്നാണ്. അപ്പോൾ ഞാൻ പ്രതികരിച്ചത്, നീ പറഞ്ഞത് വാസ്തവമാണ്. ലൗകാന അബ്ദൻ ലഖാഫ മിൻ മൗലാ, അടിമയായിരുന്നുവെങ്കിൽ യജമാനനെ ഭയക്കുമായിരുന്നു. ലസ്തഅമല അദബൽ ഉബൂദിയതി വതറക ലഹ്വ വതർബ്, അടിമത്തത്തിന്റെ മര്യാദ പ്രയോഗവൽക്കരിക്കുമായിരുന്നു, കളിയും കൂത്താട്ടവും കൈയൊഴിക്കുമായിരുന്നു. പണ്ഡിതന്റെ ഈ വാക്കുകൾ ബിശ്റുൽ ഹാഫിയെ നന്നായി സ്വാധീനിച്ചു. തന്റെ കവിൾ അദ്ദേഹം നിലത്ത് വെച്ചു, നിലത്തുരുമ്മി. ബൽ അബ്ദുൻ ബൽ അബ്ദുൻ, ഞാനൊരടിമയാണ് ഞാനൊരടിമയാണ് എന്ന് പറഞ്ഞ് ബിശ്റുൽ ഹാഫിക്ക് അവിടം മനം മാറ്റമുണ്ടായി. അതിൻ്റെ പ്രതികരണം നിലത്ത് കവിൾ വെച്ചും ഞാൻ അടിമയാണെന്ന് ഘോഷിച്ചും അദ്ദേഹം പ്രകടിപ്പിക്കുകയുമുണ്ടായി. യജമാനനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമയായ താൻ നന്ദി കെട്ടവനായി, താന്തോന്നിയായി കളിയും കൂത്താട്ടവും കൂക്കുവിളിയുമായി ജീവിക്കുകയാണെന്ന വായന ആ സംഭാഷണത്തിൽ നിന്ന് ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നേടാനായി. അവിടെ മുതൽ മാറ്റത്തിന്റെ കഥയായിരുന്നു. യൗവനം കളിച്ചും രസിച്ചും രമിച്ചും വലിയൊരളവ് തീർത്ത ഈ ബിശ്റുൽ ഹാഫിയെയാണ് പിന്നീട് പണ്ഡിതന്മാർ ഇவ்விதം വിശേഷിപ്പിച്ചത്. ഇമാം ദഹബി പറഞ്ഞത്, അൽ ഇമാമുൽ ആലിമുൽ മുഹദ്ദിസ് അസ്സാഹിദുർ റബ്ബാനിയുൽ ഖുദ്വ ഷെയ്ഖുൽ ഇസ്ലാം അബൂ നസർ അൽ മർവസി എന്ന്. അദ്ദേഹം ഇമാമായി, ആലിമായി, മുഹദ്ദിസായി, മതനേതാവും മതപണ്ഡിതനും ഹദീസ് പണ്ഡിതനും. അസ്സാഹിദ്, അദ്ദേഹം വിരക്തനായി. അർ റബ്ബാനി, അള്ളാഹുവിൽ ഭക്തനായി. അൽ ഖുദ്വ, ലോകർക്ക് മാതൃകാ പുരുഷനായി. ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഷെയ്ഖായി. ഇങ്ങനെയൊക്കെ അദ്ദേഹം പിന്നീട് പരിലസിച്ചു എന്നുള്ളതാണ്. ഈ മഹാനവറുകൾ മരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ബഗ്ദാദ് ഒന്നടങ്കം ഞെട്ടുകയുണ്ടായത്. അവർ ഒന്നടങ്കം വേദനിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ ജനാസയെ തോളേറ്റി ബഗ്ദാദിലെ ജനത മുഴുവൻ ഇജ്തമഅ ഫീ ജനാസതിഹി അഹ്ലു ബഗ്ദാദ അൻ ബക്രതി അബീഹിം എന്നാണ് ചരിത്രം പറയുന്നത്. എല്ലാവരും ബഗ്ദാദിൽ ആ ജനാസക്ക് ഒത്തുകൂടുകയുണ്ടായി എന്ന് ഹദീസ് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് എന്ത് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിലുണ്ടായ മാറ്റം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പ്രത്യേകിച്ച് സ്വാധീനിച്ചു. സഹോദരിമാരായ മഖയും മുദ്ഗയും സുബ്ദയും കുല്ലുഹുന്ന ആബിദാതുൻ സാഹിദാതുൻ മിസ്ലഹു വഅശദ്ദു വറഅൻ ഐദൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എല്ലാവരും ആരാധനാനിഷ്ഠയുള്ളവരായി, വിരക്ത ജീവിതം നയിക്കുന്നവരായി, ബിശ്റുൽ ഹാഫിയേക്കാൾ തികഞ്ഞ സൂക്ഷ്മതയിൽ ജീവിക്കുന്നവരുമായി എന്നാണ്. ബഗ്ദാദിലെ ജനതയ്ക്ക് മുഴുവൻ ആത്മീയ അറിവുകൾ പകർന്ന മഹാരഥനായിരുന്നു ഈ ബിശ്റുൽ ഹാഫി. സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു ശോഭനീയ ചരിത്രം ഇവിടെ അനുസ്മരിച്ചത് പരിവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഒരു സംഭാഷണ ശകലം ശ്രദ്ധിച്ചതിനാൽ ബിശ്റുൽ ഹാഫിക്ക് അതൊരു വഴിതിരിവായി. ഒരൊറ്റ മൊഴിയാണ് തന്നെ അളക്കാൻ അദ്ദേഹത്തിന് കാരണമായത്.
യഥാർത്ഥ യജമാനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൽ വളർന്നത് ഒരു പണ്ഡിത മൊഴിയാണ്. അദ്ദേഹം കേട്ടത് ഉൾക്കൊണ്ടു, തന്നിൽ തട്ടിച്ചു നോക്കി. അവിടെ നിന്ന് തുടങ്ങി പരിവർത്തനത്തിൻ്റെ, മാറ്റത്തിൻ്റെ ജീവിത നാളുകൾ. ഇത്തരം ചരിത്രങ്ങൾ നമ്മുടെ അളവിലും ആലോചിക്കേണ്ടതുണ്ട്. അവസരങ്ങൾ എമ്പാടും നമുക്ക് മുന്നിൽ വരുന്നു. വേദികൾ പലതും നമുക്ക് മുമ്പിൽ സജീവമാകുന്നു. പ്രോഗ്രാമുകളുടെ വൈവിധ്യങ്ങൾ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ നമുക്ക് കൊണ്ടെത്തിക്കുന്നു. ആലോചിക്കേണ്ട വിധം ആലോചിച്ച്, ചിന്ത നടേണ്ട വിധം ചിന്ത നട്ട് അവസരങ്ങളെ അനുകൂലമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിച്ചാൽ മേലായ റബ്ബിൻ്റെ ഉദവിയാലും തുറവിയാലും നമുക്കും സൃഷ്ടജീവിതം കൂടുതൽ അനുകൂലമാക്കാൻ, കൂടുതൽ ധന്യമാക്കാൻ അവസരങ്ങൾ കൈവരും. ഇതാ ഇവിടെ നമുക്ക് വിസ്ഡം യൂത്ത് കോൺഫറൻസ് ഒരു വേദി സജ്ജമാക്കുന്നു. പഠനാർഹമായ പല പരിപാടികളാലും ശ്രദ്ധേയമാകുന്ന യൂത്ത് കോൺഫറൻസ്, യൗവനം ഏറെ പരീക്ഷിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയതയെയും ധാർമ്മികതയെയും ചൂഷണം ചെയ്ത് ധാർമ്മികമായി മനുഷ്യരെ, വിശിഷ്യായി യുവാക്കളെ തറപറ്റിക്കുന്ന ഈ ഭൗതിക സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാൻ, ഗ്രഹിക്കാൻ, കൂടുതൽ നന്മകളിൽ മുന്നേറാൻ വിസ്ഡം യൂത്ത് വിങ് അവതരിപ്പിക്കുന്ന ഈ യൂത്ത് കോൺഫറൻസ് അതിനെ ശരിയായ വിധം ഉപയോഗപ്പെടുത്തുക, അതിൻ്റെ പ്രചാരകരാവുക, കഴിയുന്നിടത്തോളം ഈ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. മേലായവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംരംഭത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളിൽ സഹകരിക്കുവാൻ നാം ഏവരെയും നാഥൻ തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് നമ്മളെ കൂടെ ചേർന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ഞാൻ നമ്മുടെ ഈ ദമാമിലൊക്കെ പോകുമ്പോൾ ഉസ്താദിൻ്റെ ഒരു തിരക്ക് നമുക്ക് ഭയങ്കര അതായിട്ട് തോന്നും. ഏതായാലും എൻ്റെ ഇടയിലും ചെറിയൊരു സമയം നമുക്ക് തന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്ന ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ അടുത്തത് ആരാണ്? അടുത്തത് നമ്മുടെ ഈ മത്സരത്തിൽ തന്നെ നല്ല ആവേശത്തോടു കൂടി പങ്കെടുത്ത ഒരു താല്പര്യമുള്ള ഒരു മത്സരാർത്ഥി ഉണ്ട്. അദ്ദേഹത്തിന് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ അവസരം. അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ഷിയാസ് ബാബു, പീസ് റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഇസ്ലാമിക വിജ്ഞാനം ലഭിക്കുന്ന ഒരുവിധ പ്രോഗ്രാമുകളുടെ എല്ലാം ഒരു സ്ഥിരം പഠിതാവുമാണ്. വളരെ ഒരു മികച്ച പ്രോഗ്രാമായിരുന്നു നന്മയുടെ ദൂതൻ ക്വിസ് പ്രോഗ്രാം. ഇതിൽ പങ്കെടുത്തത് മൂലം റസൂലിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും വളരെയധികം ആഴത്തിൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സാധിച്ചു. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ 2 ഘട്ടങ്ങളും വളരെ എളുപ്പമായിരുന്നു. 3ാമത്തെ ഘട്ടം കുറച്ച് കഠിനവുമായിരുന്നു. കാരണം ഏതൊരു മത്സര പരീക്ഷയും പോലെ ഒരു വിജയിയെ കണ്ടുപിടിക്കുക എന്നത് ഏതൊരു പ്രോഗ്രാമിൻ്റെയും അനിവാര്യതയാണ്. ഇനി ഭാവിയിലും ഇതുമൂലമുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിനും നടത്തുന്നതിനും പീസ് റേഡിയോയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളും. എന്നാലും ഇനി വേറൊരു മത്സരാർത്ഥി അല്ലേ, വേറൊരു മത്സരാർത്ഥി കൂടി വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. 2019 ഫെബ്രുവരി മാസം നെതർലൻഡ്സിലെ ഒരു MP ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മൾ വായിച്ചതാണ്. അദ്ദേഹം പ്രവാചകനെ വിമർശിക്കാൻ വേണ്ടി തുടങ്ങി. പ്രവാചകനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ പ്രവാചകനോട് കൂടുതൽ സ്നേഹമാണ് അദ്ദേഹത്തോട് തോന്നിയത്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പം അദ്ദേഹത്തെ എത്തിച്ചത് എന്നാണ്, വിമർശനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ കാലത്ത് പ്രവാചകൻ അങ്ങേയറ്റം വിമർശിക്കപ്പെടുമ്പോൾ ആ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ നന്മയുടെ ദൂതൻ എന്ന ഒരു ടൈറ്റിൽ പീസ് റേഡിയോ ഡെയിലി ക്വിസ് നടത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അൽഹംദുലില്ലാ അവസാനിച്ചു. ആദ്യത്തെ റൗണ്ട് 60 ചോദ്യങ്ങൾ, ദിനേന ഓരോ ചോദ്യങ്ങൾ, അതിൽ ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ച് പിന്നെ ആ മാർക്ക് കിട്ടുന്നവർക്ക് അടുത്ത റൗണ്ടിൽ, 2ാമത്തെ റൗണ്ടിൽ വീഡിയോ നൽകി ആ വീഡിയോ കേട്ട് ക്ലാസ് കേട്ടിട്ട് അങ്ങനെയുള്ള 7 ചോദ്യങ്ങൾ, അതിൽ പാസ്സായവർക്ക്
കട്ട് ഓഫ് മാർക്ക് കിട്ടിയ ആളുകൾക്ക് മൂന്നാമത്തെ റൗണ്ടിൽ പ്രവേശിച്ച് അതിൽ കോളിൻ പ്രോഗ്രാം കോള് ചെയ്ത് ചോദ്യം ചോദിക്കുന്ന ഒരു രൂപമായിരുന്നു. വളരെ ഭംഗിയായിട്ട് അൽഹംദുലില്ലാ അവസാനിച്ചു. ഇത് പുറത്ത് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഒരു ക്വിസ് മാത്രമായിരുന്നു. പക്ഷെ അതിൽ പങ്കെടുത്ത ഏതൊരു വ്യക്തിക്കും അറിയാം അങ്ങേയറ്റം വിജ്ഞാനങ്ങൾ നിറഞ്ഞ ഒരു പ്രോഗ്രാം ആയിരുന്നു. ക്വിസിനപ്പുറം ധാരാളം പഠിക്കാനും ആദ്യത്തെ റൗണ്ടിൽ ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഗൂഗിളിലും അതേപോലെ തന്നെ അറിയുന്നവരോടൊക്കെ ചോദിച്ച് വളരെ ആവേശകരമായി അൽഹംദുലില്ലാ അവസാനിച്ചു. ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ എത്തിയപ്പോൾ ക്ലാസ്സുകൾ കേട്ട് ഉത്തരം കണ്ടെത്തുന്ന രൂപമായി. അതും അങ്ങേയറ്റം ഉസ്താദ് അബ്ദുൽ ജബ്ബാർ മദീനി അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നബി ചരിത്രത്തെ കുറിച്ച് പഠിക്കാനും അതിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള അവസരം നമുക്ക് അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേവലം ഒരു ക്വിസ് എന്നതിലപ്പുറം ഇതൊരു വിജ്ഞാന വേദി കൂടിയായിരുന്നു. ദീന് പഠിക്കാനും നമ്മുടെ പ്രവാചകനെ കുറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും ഉള്ള ഒരു അവസരം കൂടിയായിരുന്നു. അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് അത് അവസാനിച്ചു. ഇതിന് പിന്നിൽ ധാരാളം ആളുകൾ അവരുടെ കഠിനാധ്വാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നാഥൻ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി മറ്റൊരു മത്സരാർത്ഥിയുടെ സംസാരം കൂടി നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മുടെ പ്രവാചകനെ കുറിച്ച് ധാരാളം അറിവുകൾ ലഭിച്ച ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു നന്മയുടെ ദൂതൻ ഡെയിലി ക്വിസ്. ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ശരിക്കും വായിക്കാൻ മടി ഉണ്ടായിട്ട് കൂടി ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആവേശം കൊണ്ട് കുറേ നേർപ്പദം വാരികയും അതുപോലെ ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങളും ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറേ കാര്യങ്ങളും അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ അറിവുകളും ലഭിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ പീസ് റേഡിയോ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ അത് കേട്ടുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. ആ ഒരു പ്രോഗ്രാം മുതൽ പീസ് റേഡിയോ ശരിക്ക് ഇരുന്ന് കേൾക്കാനുള്ള ഒരു ആവേശം ഉണ്ടായി. ഇനി ഇതുപോലെ ഇൻഷാ അല്ലാ നല്ല നല്ല അറിവുകൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഗ്രാമുകൾ വെക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെ പോയാൽ കുറെ ആളുകൾ ഉണ്ടാകും അല്ലേ? മത്സരത്തിൽ നല്ല താല്പര്യപൂർവ്വം പങ്കെടുത്ത ആളുകളുടെ വാക്കുകൾ അവർ വിജയം നേടിയിട്ടില്ലെങ്കിൽ കൂടി വിജയം നേടിയവർക്കും മത്സരത്തിൽ പങ്കെടുത്തവർക്കും ആവേശമാണ്. മൂന്നാം റൗണ്ട് അല്പം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഡയറക്റ്റ് കോളിലൂടെയായിരുന്നു ഉത്തരം കളക്ട് ചെയ്തത്. ചോദ്യം ചോദിക്കുക, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഉത്തരം പറയാം. അതിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഉത്തരം പറയുന്ന ആളുകൾക്കാണ് ഏറ്റവും മുകളിലെത്താൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ശരിക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരാൾക്ക് ഒരു ചോദ്യത്തിന് എത്ര സമയം കൊടുക്കണം എന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ 30 സെക്കൻഡ് വരെ കൊടുക്കാം എന്നാണ് എന്ത് ചെയ്ത് നമ്മളെ ഇതിന്റെ ബോർഡ് തീരുമാനിച്ചത്. പക്ഷെ ആളുകൾ 3 സെക്കൻഡ് പോലും എടുത്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതൊരു പറയാലോ. അത് 3 സെക്കൻഡ് എന്ന് മാത്രമല്ല, അതിൽ ഒരു മത്സരാർത്ഥി 1 സെക്കൻഡ് ആകുന്നതിന്റെ മുമ്പ് ഉത്തരം പറഞ്ഞതുണ്ട്. കൂടുതൽ ആളുകളും മുന്നിൽ വന്ന ആളുകളൊക്കെ 1 സെക്കൻഡ്, അതിന് 2 സെക്കൻഡിന്റെ ഉള്ളിൽ 2 സെക്കൻഡ് അല്പം, അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉത്തരം പറഞ്ഞു. അത്ഭുതം തോന്നുന്നു അതിന്റെ. തീർച്ചയായും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസ് റേഡിയോയിലെ ടെലിക്വിസിന്റെ ഒക്കെ ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് ആ ബാക്കപ്പ് വളരെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 30 സെക്കൻഡ് തീരുമാനിച്ചത്. പക്ഷെ ഇതിൽ മത്സരിച്ചു വന്ന മത്സരാർത്ഥികൾ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിയിട്ടുള്ള അത്രയും ഫാസ്റ്റായിട്ട് അത്രയും ആളുകൾ വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചൊരു കാര്യം നടന്നു എന്നുള്ളൊരു വലിയ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിന്റെ റിസൾട്ടിൽ നമുക്ക് ഏറ്റവും ഫൈനൽ വിജയെ കണ്ടെത്താൻ ശരിക്ക് നന്നായി പ്രയാസപ്പെട്ടിട്ടുണ്ട്. കാരണം 1 സെക്കൻഡാണല്ലോ, നമ്മൾ സെക്കൻഡാണല്ലോ കണക്ക് കൂട്ടുക. പക്ഷെ സെക്കൻഡ് കണക്ക് കൂട്ടിയാൽ ഏകദേശം എല്ലാവരും ഒരേ സെക്കൻഡാണ്, 3 സെക്കൻഡാണ്. 3 പേരും 3 സെക്കൻഡ് കൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. പിന്നെ അത് ഓരോ ചോദ്യങ്ങൾക്കും മൈക്രോ സെക്കൻഡുകൾ നോക്കിയിട്ടാണ് ഫൈനൽ വിജയം നമുക്ക്. നമ്മൾ അത് ചെയ്ത രൂപം നമുക്ക് ജസ്റ്റ് കാണിക്കാം. നമുക്ക് ടെക്നിക്കൽ ഡെസ്ക് എന്ന വീഡിയോ പ്ലേ ചെയ്താൽ നന്നായിരുന്നു. അതില് ഒന്ന് വിശുദ്ധ ഖുർആൻ തന്നെയാണ്, രണ്ടാമത് ശിഫയാണ് എന്ന് ഖുർആൻ പറഞ്ഞ കാര്യം എന്താണ്? മാഷാല്ലാ, ഒരു സെക്കൻഡ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു ഉത്തരമാണ്. ഹൗല ബിൻത് സഅലബയുടെ ഭർത്താവിന്റെ പേരെന്താണ്?
1,375. സാഹിബുൽ ഹൂത്ത് അഥവാ മത്സ്യത്തിന്റെ ആൾ എന്നറിയപ്പെട്ട നബി ആരാണ്? 1,821. അമവി ഭരണകൂടത്തിലെ ഒന്നാമത്തെ ഖലീഫയുടെ പേരെന്താണ്? 273. ശരി, നമ്മളേതായാലും ഇതിലിപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴും ആരാണ് വിജയികൾ എന്നൊന്നും അറിയില്ലല്ലോ. ആർക്കാണ് ഇപ്പോൾ ഈ ഒരു സെക്കൻഡിന് താഴെ ആരാണ്? ഇതൊക്കെ ചിലപ്പോൾ ആ ശബ്ദം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായിട്ടുണ്ടാകാം. അവരെടുത്ത് റിസൾട്ട് ലീക്കാണ്. ഓക്കെ, അപ്പോൾ നന്മയുടെ ദൂതൻ എന്നുള്ള ഈ ഒരു ഇതിൻ്റെ ഫൈനൽ മത്സരാർത്ഥികളെയാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. 1ാം സമ്മാനം ലാപ്ടോപ്പാണ്, 2ാം സമ്മാനം ടാബാണ്, 3ാം സമ്മാനം മൊബൈൽ ഫോണാണ്. അപ്പോൾ അത് സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് സ്പോൺസർ ചെയ്യാം, അല്ലേ? സ്പോൺസർ ചെയ്യാണ് നല്ലൊരു ഇത്രയും നല്ല രീതിയിൽ ആളുകൾക്ക് പഠന സൗകര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു സംരംഭം എന്നുള്ള നിലക്ക് സ്പോൺസർ ചെയ്യാൻ. ഇനിയിപ്പം ടാലന്റ് ലീഗ് വരാനുണ്ട്. ടാലന്റ് ലീഗിന്റെ വിശദാംശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടാലന്റ് ലീഗിന്റെ 1ാം റൗണ്ട് മത്സരം അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ലളിതമായിട്ട് അതിൽ പങ്കെടുക്കാം. എളുപ്പത്തിൽ ഏതൊരാൾക്കും പങ്കെടുക്കാവുന്ന രൂപത്തിൽ അതിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളൊരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് ആദ്യം വേണ്ടത്. 9061 266 266 9061 266 266. അത് സേവ് ചെയ്യണം. അതെ, ഈ നമ്പർ ആദ്യം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ വരും. ആ റിപ്ലൈയിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. ആദ്യം അതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. മിക്ക ആളുകളുടെ കയ്യിലും ഒരു പക്ഷേ ആ ഒരു ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്ത ലീഫ്ലെറ്റിന്റെ പേപ്പർ എത്തിയിട്ടുണ്ടാവും. അതിൽ നിന്ന് അവർ ചോദ്യം കണ്ടിട്ടായിരിക്കും. ലീഫ്ലെറ്റിന്റെ പേപ്പർ കയ്യിലെത്തിയ ആളുകൾ ഈ ഇതിന്റെ കമന്റിലൊന്ന് എനിക്ക് കിട്ടിയെന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് നന്നായി. ഓക്കെ, അത് നോക്കി ഉത്തരം കണ്ടെത്തിയിട്ടായിരിക്കും ഒരു പക്ഷേ അവർ നമ്പർ സേവ് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ജസ്റ്റ് അതിൽ നോക്കി ഉത്തരങ്ങൾ മാർക്ക് ചെയ്യേണ്ട പണിയാണ് ഉണ്ടാവുക. ഇനി അത് കിട്ടാത്ത ആളുകൾക്ക് ചോദ്യങ്ങൾ അതിൽ കാണാം. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിൽ നിന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിന്റെ ഒരു കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ഇത് ഈ കമ്മ്യൂണിറ്റി ലിങ്കിൽ ആളുകൾ കയറിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള ധാരണ, നെക്സ്റ്റ് എങ്ങനെ ഇത് മൂവ് ചെയ്യുന്നു, ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇവർക്ക് കിട്ടൂല. അത് പ്രത്യേകം നമ്മളിവിടെ പറയാണ്. അപ്പോൾ ഈ ടാലന്റ് ലീഗിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ധാരണയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അവർ ഉത്തരം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കമ്മ്യൂണിറ്റിയിൽ അവരെന്ത് ചെയ്യണം? നിർബന്ധമായും ജോയിൻ ചെയ്യണം. ഈ വേറൊരു പ്രശ്നം കൂടി ആളുകൾക്ക് സംഭവിച്ചു പോയത്, ഇതിലൊക്കെ മെസ്സേജ് അയച്ചു, ചോദ്യങ്ങൾ കിട്ടി, ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കൽ പിന്നെ ആക്കാം എന്ന് വിചാരിച്ചു, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതുമില്ല. അപ്പോൾ പിന്നീടാണ് ഈ ഉത്തരം അയക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. എന്നാൽ കമ്മ്യൂണിറ്റിയിൽ റിമൈൻഡറുകൾ വരും, ഉത്തരം അയക്കാനുള്ള അവസാന സമയമാകുമ്പോൾ അറിയിപ്പ് വരും. അങ്ങനെ സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ നന്മയുടെ ദൂതൻ ക്വിസിന്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കാം. ആകാംക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു അനുഭവമായിരുന്നല്ലോ ഇത്. ശരിക്ക് നമ്മൾ കഴിഞ്ഞ പീസ് റേഡിയോ ഡെയിലി ക്വിസിന്റെ സമയത്തൊക്കെ 1ാം സ്ഥാനത്ത് വന്ന ഒരു സഹോദരി തന്നെയാണ് ഇതിന്റെയും 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. എനിക്കൊന്നും അത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. കാരണം അവരിത് അതിനെത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്നതുകൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത്. തലശ്ശേരിയിൽ നിന്നുള്ള തസ്ഹീറ എന്ന സഹോദരിയാണ്. അവര് മിന്നും വേഗത്തിൽ, അല്ലേ? 1ാമത്തെ ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞത് 1 സെക്കൻഡ് സമയം കൊണ്ടാണ്. 1.385. അതുകൊണ്ടാണ് 1ാമത്തെ ഉത്തരം പറഞ്ഞത്. 2ാമത്തെ 2 സെക്കൻഡിന്റെ അടുത്ത് 1 സെക്കൻഡും 2 സെക്കൻഡ് അടുത്തില്ല, 1 സെക്കൻഡ് തന്നെ ഉള്ളൂ. 1 സെക്കൻഡും 1.99 1.199. 3ാമത്തെ ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞത് 1.375. ഇപ്പൊ 2 സെക്കൻഡ് സമയം എടുത്തിട്ടില്ല 3 ചോദ്യം. ഫാസ്റ്റ് ആണ്. ആകെ 3.959 ടൈമാണ് എടുത്തത്. അപ്പൊ ഇവിടെ നമ്മള് മത്സരാർത്ഥികൾ എല്ലാവരും ഒരേപോലെ ആയപ്പോ അവരുടെ ഒരു ടൈം ഫിനിഷിങ്ങിനെയാണ് നമ്മളൊരു മാനദണ്ഡമായി എടുത്തിട്ടുള്ളത്. അവര് ചോദ്യം അവസാനിക്കുന്ന സമയം, ആ സമയത്ത് ഓഡിയോ കട്ട് ചെയ്ത്, പിന്നീട് അവരുടെ ഉത്തരം ആരംഭിക്കുന്ന സമയം അവിടെ ഓഡിയോ കട്ട് ചെയ്ത്, ആ കട്ട് ചെയ്ത ഭാഗം എത്രയുണ്ടോ അത്ര ക്ലിയർ ആയിട്ടാണ്. 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഷിഫ്ന, മഞ്ചേരി ആനക്കയം സ്വദേശിനിയാണ് അവര്. അവരും വളരെ മിന്നും വേഗത്തിലാണ്, ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അവർക്ക് 1ാം സ്ഥാനം പോയിട്ടുള്ളത്. 1ാമത്തെ ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞത് 1.248 സെക്കൻഡ് കൊണ്ടാണ്.
രണ്ടാമത്തതിനാണ് അവർക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തത്. അത് 2.702 2 സെക്കൻഡ് കൂടുതലെടുത്തു. പക്ഷെ ഒരു പ്രത്യേകത, മൂന്നാമത്തെ ചോദ്യം വളരെ ഫാസ്റ്റായി. അവരാണ് 1 സെക്കൻഡിന് താഴെ സമയം കൊണ്ട് 0.903 1 സെക്കൻഡിന്റെ താഴെ സമയം കൊണ്ട്. ആ രണ്ടാം ചോദ്യമാണ് അവരുടെ റിസൾട്ടിനെ ബാക്കൗട്ട് ആക്കിയത് അല്ലേ? അതിലെ ചെറിയ സെക്കൻഡുകളാണ് അവരെ രണ്ടാം സ്ഥാനക്കാരാക്കിയത്. സെക്കൻഡില്ല, മൈക്രോ സെക്കൻഡുകളേ ഉള്ളൂ. അതെ, മൈക്രോ സെക്കൻഡുകളാണ് അവരെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഇനി മൂന്നാമത്തത് കേരളത്തിലെ മുഴുവൻ മലയാളി പുരുഷന്മാരുടെയും അഭിമാനപാത്രമായ, അഭിമാനം സംരക്ഷിച്ച സലീഫ് സിയാദ്, കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹവും ഇതേപോലെ വളരെ മിന്നുന്ന ഒരു വിജയമാണ് നേടിയത്. ഒന്നാമത്തെ ചോദ്യത്തിന് 1.821 സെക്കൻഡ് കൊണ്ടും രണ്ടാമത്തെ ചോദ്യം 2.73 സെക്കൻഡ് കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം 1.718, അങ്ങനെ ആകെ 6.269 സെക്കൻഡ് കൊണ്ടാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്, മുപ്പര് ഇങ്ങനെ ഓരോന്നും വളരെ ചിന്തിച്ച് സാവകാശമാണ് മറുപടി പറഞ്ഞത്. ഇതിലേറെ വേഗത്തിൽ ഉത്തരം പറയാവുന്ന വിധം അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളതിലെ പെർഫോമൻസ് ഒക്കെ പരിശോധിച്ചാൽ നല്ലൊരു ഇതിന്റെ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ചോദ്യത്തിന്റെ പകുതി എത്തുമ്പോഴേക്ക് തന്നെ വേണമെങ്കിൽ ഉത്തരം അറിയാവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. മുൻപത്തെ പെർഫോമൻസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അവിടെ ആ ഒരു സ്പീഡ് അദ്ദേഹം ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. സ്പീഡ് അതൊരു മർമ്മമാണെന്നുള്ള ഭാഗം അറിയാമെങ്കിലും അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത്. ഇനി ഈ സ്ഥാനങ്ങളിലൊന്നും വരാത്ത ആളുകളാണ് യഥാർത്ഥ റിയൽ വിന്നേഴ്സ് അവരാണ്. അപ്പൊ അവരെടുത്ത് നമുക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മളൊന്നിച്ച് യാത്ര ചെയ്തു, ഒരുപാട് അറിവുകൾ കിട്ടി, പ്രവാചക ജീവിതത്തിലെ പുതിയ ചരിത്രങ്ങൾ കിട്ടി. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ഉന്നതമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലാപ്ടോപ്പും ഇതൊക്കെ കൊണ്ടുവന്നത് ഒരു പ്രേരണ എന്നുള്ള നിലക്ക് മാത്രമാണ്, ഒരു അറ്റൻഷൻ ഇൻവൈറ്റർ എന്നുള്ള നിലക്ക് മാത്രമാണ് നമ്മളതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്നതല്ല ഇവിടുത്തെ ഒരു മർമ്മം, മറിച്ച് വൈജ്ഞാനികമായി യാത്രയുടെ കൂടെ ചേരുന്നു എന്നുള്ളതാണ്. പ്രവാചകനെ ആരെങ്കിലും വിമർശിച്ചാൽ വിമർശിച്ചവർക്കുള്ള മറുപടി ഞങ്ങളുടേത് ഇതാണ്: ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് വീണ്ടും ലോകത്തോട് പറയും, നിങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകും എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ളത്. എന്തായാലും എല്ലാവരും 90 61 266 266 എന്നുള്ള നമ്പർ സേവ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വലിയ മത്സരത്തിലേക്ക്, ₹1,00,000 സമ്മാനം ലഭിക്കുന്ന മത്സരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മുടെ മത്സരങ്ങൾ ഒരിക്കലും ഒരു സമ്മാനം നൽകുക എന്നതിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് നമ്മുടെ പഠനത്തിൻ്റെ വിശാലമായ മേഖലകളിലേക്ക് നമ്മളെ എത്തിക്കുന്ന, വായനയുടെ, കേൾവിയുടെ, അറിവിൻ്റെ, അനുഭൂതിയുടെ ആസ്വാദനങ്ങൾ സമ്മാനിക്കുന്ന വലിയ മത്സരങ്ങളാണ് നമുക്കിനി വരാനുള്ളത്. എല്ലാ ശ്രോതാക്കളും പ്രേക്ഷകരും ഈ മത്സരങ്ങളിൽ കൂടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളോടൊപ്പം ഇതുവരെ പങ്കെടുത്ത ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി, ഷമീർ മദീനി, അർഷദ് അൽ ഹിക്കമി, നമ്മളോടൊപ്പം ചേർന്ന മത്സരാർത്ഥികൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.